നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ പൊളിച്ചടുക്കിയ തുടക്കമിട്ട FC ബാഴ്സലോണ പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മത്സരത്തിൽ AS മൊണാക്കോയോട് പരാജയപ്പെട്ടു. അവർ തന്നെ വരുത്തിവെച്ച ചില പിഴവുകളാണ് തിരിച്ചടിയായിട്ട് മാറിയത്. ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ബാഴ്സലോണ ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ മത്സരം പരാജയപ്പെട്ടിരിക്കുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയർ എടുത്താൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരിക്കൽ പോലും നോക്കൗട്ട് ഘട്ടത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ടീം തോറ്റിട്ടില്ല. മുമ്പ് ഇതുപോലെ ലീഗ് ഫേസ് അല്ല, ശരിയാണ്, ഗ്രൂപ്പ് സ്റ്റേജാണ്. ഏതായാലും ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ടീം തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുമായിരിക്കുകയാണ്. കളിക്ക് ശേഷം പക്ഷേ ഫ്ലിക്ക് പറയുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനിയും UCL ലീഗ് ഘട്ടത്തിൽ 7 മത്സരങ്ങളില്ലേ, ഞങ്ങൾ ശക്തമായിട്ട് തിരികെ വരും. ചില മിസ്റ്റേക്കുകൾ പറ്റി, അതുകൊണ്ട് തന്നെയാണ് തോറ്റിരിക്കുന്നത്. കുറച്ചുകൂടി മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട് എന്ന് താരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ്. ഈ ടീമിന് ശക്തമായി തിരികെ വരാൻ പറ്റുമെന്നാണ് ഫ്ലിക്കിൻ്റെ വാക്കുകൾ. അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള വാക്കുകളിലേക്ക് പോകും. അദ്ദേഹം പറയുന്നു, ഈ ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നയാളാണ്. തോൽവി ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഇനിയും 7 മത്സരങ്ങൾ കളിക്കാനുണ്ട് UCL ലീഗ് ഘട്ടത്തിൽ എന്ന് ഓർക്കുക. ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഞങ്ങൾക്ക് റിക്കവറായി ആ എനർജി തിരികെ പിടിക്കണം. എല്ലാ 3 ദിവസങ്ങളിലും ഒരു കളി കളിക്കുക, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കലും കളിക്കാർക്കിത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഞാൻ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കാണ് ഈ ഒരു ടീമിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഞങ്ങൾക്ക് 11 പേരും കളത്തിലുണ്ടായിരുന്നെങ്കിൽ, ആ റെഡ് കാർഡ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മത്സരം ഇങ്ങനെയാവില്ല എന്ന് എനിക്കുറപ്പുണ്ട്. റെഡ് കാർഡ് ഞാൻ അംഗീകരിക്കുന്നു, അതെൻ്റെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. പക്ഷേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും 11 പേരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടുതൽ മികച്ച പ്രകടനം നടത്തിയേനെ. ഇനി സൺഡേയിൽ VRL-നെതിരെയുള്ള മത്സരത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഡ്രസ്സിംഗ് റൂം വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് സൺഡേ ആകുമ്പോഴേക്കും റിക്കവറായി മികച്ച പ്രകടനം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഞങ്ങൾ ചില മിസ്റ്റേക്സ് വരുത്തി. എന്നാലും ഞങ്ങൾ തിരികെ ഗോളടിക്കാൻ വേണ്ടി 10 പേരെ വെച്ച് ശ്രമിച്ചു എന്നുള്ളതും നിങ്ങൾ കാണണം. യെസ്, ഞങ്ങൾ തോറ്റു. ഞാൻ പ്ലേയേഴ്സിനോടത് പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ബെറ്ററായിട്ട് ഞങ്ങൾ ചെയ്യണമായിരുന്നു എന്ന്. തീർച്ചയായിട്ടും സ്ട്രോങ്ങറായിട്ട് തിരികെ വരും. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ കൊടുക്കും. വി വിൽ കണ്ടിന്യൂ ടു ഫൈറ്റ് എന്നാണ് ഇപ്പോൾ ഫ്ലിക്ക് പറയുന്നത്. ഫ്ലിക്ക് എന്ന പോരാളിയിൽ ആരാധകർക്ക് വിശ്വാസമുണ്ട്. ബാഴ്സ ശക്തമായി തിരികെ വരുമെന്ന് തന്നെ അവർ കരുതുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.